പറ്റിയത്. ഓക്കെ. വീട് അന്ന് അന്നിങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ സാറ് പറഞ്ഞായിരുന്നു, നമ്മളിപ്പോ ഒരു വീട് എന്ന് വെച്ചാൽ വീട് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീടിന്റെ പിക്ചർ എടുത്ത് ഇങ്ങനെ ഒട്ടിക്കുകയും പിന്നെ അതിങ്ങനെ നമുക്ക് ആ വീട്ടിൽ താമസിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്ത് റിലേഷൻഷിപ്പിൽ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഇപ്പൊ നല്ല നല്ല ഹാപ്പി ആയിട്ട് ഫാമിലി ലൈഫ് ഒക്കെ ആണെങ്കിൽ ഞാൻ സാറിനോട് ഒരു ദിവസം ഒരു എല്ലാവർക്കും നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായി എന്നെ പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് അനിവിന്ദ്. ഞാനിപ്പോൾ ഏകദേശം 4-5 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറേ സക്സസ് സ്റ്റോറീസും നമ്മുടെ യൂട്യൂബ് ചാനലും എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക്കിൽ നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ ഹോപ്പ് നോപ്നോ വെച്ചിട്ട് എങ്ങനെ മണി മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിൽ ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാർ, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ സാറിന്റെ ക്ലാസ് നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ പിന്നെ അത് കഴിഞ്ഞ് 1-2 പ്രാവശ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അത് ഞാൻ സാറിനോട് ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു എനിക്ക് വീട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ. അന്ന് അന്നിങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ സാറ് പറഞ്ഞായിരുന്നു, നമ്മളിപ്പോ ഒരു വീട് എന്ന് വെച്ചാൽ വീട് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീടിന്റെ പിക്ചർ എടുത്ത് ഇങ്ങനെ ഒട്ടിക്കുകയും പിന്നെ അതിങ്ങനെ നമുക്ക് ആ വീട്ടിൽ താമസിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്ത് അങ്ങനെ എനിക്ക് നല്ലൊരു 2000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ സാധിച്ചു. പെട്ടെന്ന് തന്നെ പല തടസ്സങ്ങളൊക്കെ വന്നെങ്കിലും അതൊക്കെ അതിൻ്റെതായ രീതി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് മാറി. പെട്ടെന്ന് എനിക്ക് വീട് വെക്കാനും അത് കഴിഞ്ഞ മെയ് 10-ാം തീയതി എനിക്ക് എന്റെ ഹൗസ് വാമിംഗ് അത് 1 വർഷത്തിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എനിക്ക്. ഓക്കെ, എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്നാൽ അത് ജസ്റ്റ് വാട്സപ്പിൽ ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്തോളൂ. എൻ്റെ 772 എന്ന് പറഞ്ഞ നമ്പറിൽ കേട്ടോ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ സാർ, ഞാൻ താങ്ക് ചെയ്യും. യു സോ പിന്നെ മച്ച്. വേറെന്ന് പറഞ്ഞാൽ എന്റെ റിലേഷൻഷിപ്പിൽ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഇപ്പൊ നല്ല നല്ല ഹാപ്പി ആയിട്ട് ഫാമിലി ലൈഫ് ഒക്കെ ആണെങ്കിൽ ഞാൻ സാറിനോട് ഒരു ദിവസം ഒരു പേഴ്സണൽ ഒരു കൗൺസിലിങ്ങിന് ഞാൻ വിളിച്ചായിരുന്നു. അത് സാറ് പറഞ്ഞതനുസരിച്ച് ഞാനത് ചെയ്ത്. പക്ഷെ ഇപ്പൊ ആ പ്രോബ്ലംസ് ഒക്കെ മാറി വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു. ഞാനിപ്പോ എബ്രോഡാണ്, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ കാണിക്കാൻ സാധിച്ചു. അങ്ങനെയൊക്കെ നല്ല ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇങ്ങനെ ആ ഒരു സാറിന്റെ ആ വിഷ്വലൈസേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഞാൻ മീൻസ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്ത ടൈമില്ല, ഞാൻ ഡേ ഡ്യൂട്ടി ഉള്ള ടൈമിൽ അത് ഒരിക്കലും മുടക്കാറില്ല. അതെനിക്കൊരു വല്ലാത്തൊരു പവർഫുൾ ആണ് ആ ഒരു മെഡിറ്റേഷൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. ഓക്കെ ഓക്കെ, എന്നാലും ഓക്കെ. എനിക്ക് പുതിയ ഫ്രിഡ്ജ് വാങ്ങണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചു. അമ്മയ്ക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു, അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സാധിച്ചു. ഓക്കെ, ഇദ്ദേഹം അലൈൻമെൻറ്റ് മാസ്റ്ററിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റാറ്റസ് ആക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രമീള മാഡം, അദ്ദേഹം ഇപ്പം ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ ആരാണുള്ളത് ഇതിൽ? വേറെ ആരൊക്കെയാണ്? പിന്നെ അറിയുന്ന ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും സന്തോഷം. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർ പറയും സാറേ അവസരം കിട്ടിയില്ല എന്നൊക്കെ പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇനി നിങ്ങളെ പിന്നീട് നിങ്ങൾക്ക് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാം. ആദ്യം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് നമ്മൾ ബേസിക് മുതൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് ഗ്രാവിറ്റി പോലെയുള്ള കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചില ആൾക്കാർ പറയും ലോ ഓഫ് അട്രാക്ഷൻ ഫേക്ക് ആണ്. സത്യമാണ്, ലോ ഓഫ് അട്രാക്ഷൻ ഫേക്ക് ആണെന്ന് വെച്ചാൽ ഫേക്ക് തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ സത്യമാണെന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ സത്യമാണ്. അതായത് ഇതെല്ലാം ബേസിക്കലി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാനൊരു സമയത്ത് ഇതെല്ലാം സ്യൂഡോ സയൻസ് ആണ്, കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എതിർക്കുക എന്നുള്ളതാണ്. അതായത് ഇതേപോലുള്ള മോട്ടിവേഷൻ കാര്യങ്ങളിൽ എതിർക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്തത്. അന്നേരം എൻ്റെ മനസ്സിൽ എന്താണ്, ഇതിനെ എതിർക്കണം, ഇത് കള്ളമാണെന്ന രീതിയിൽ പ്രൂവ് ചെയ്യണം എന്ന രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. അത് കാരണം നമ്മളെ എനർജിയും നമ്മളെ മനസ്സിലെ സ്വസ്ഥതയും എല്ലാം തന്നെ ഇല്ലാതായി എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വെറുതെ ചിന്തിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം ആണ് ലോ ഓഫ് അട്രാക്ഷനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഈ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു പോരായ്മ പോയോ ഇല്ലല്ലോ? ഓക്കെ, അതായത് ലോ ഓഫ് അട്രാക്ഷൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആക്ഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അതായത് നമ്മൾ പ്രവർത്തിക്കുന്നില്ല. പലരും ചെയ്യുന്ന തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ തന്നെ എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് മണി മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോസ് നിരീക്ഷിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഓക്കെ,
അതായത് എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് നോക്കുമെന്ന് മനസ്സിലാവും. മണി മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോസിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. അതായത് വെറും ലോ ഓഫ് അട്രാക്ഷൻ മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ സ്വീകരിക്കണം. അതായത് നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ വന്നുകൊണ്ട് കുറച്ച് വിഷ്വലൈസേഷനോ കാര്യങ്ങളോ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ ആദ്യത്തെ മണി റൂൾ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് യുവർ സ്കിൽ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സ്കിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. പല രീതിയിലുള്ള സ്കില്ലുണ്ടാവില്ലേ നമുക്ക്. ഇപ്പം എൻ്റെ സ്കിൽ എന്താണ്? എൻ്റെ സ്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കില്ലെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. എൻ്റെ സ്കില്ലെന്ന് പറയുന്നത് അതായത് ഈ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഒന്ന് സൈക്കോളജിസ്റ്റാണ്. ഞാനിപ്പോൾ സൈക്കോളജി ഡിപ്ലോമ ആയിട്ട് ഇപ്പോൾ MA സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ സ്കില്ലെന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചാണ് എന്നിലേക്ക് പണം വരുന്നത്. വെറും ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ടെക്നിക്ക്, ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഇപ്പം പറയുന്ന ഓരോ ടെക്നിക്കുകളും ഞാൻ ഉപയോഗിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് സെറ്റ് ചേഞ്ചാണ് എനിക്ക് ഇവിടെ സംഭവിച്ചത് ലോ ഓഫ് അട്രാക്ഷനിലൂടെ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ സ്കില്ലിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. എന്നാലും മാത്രമാണ് പണം വരിക. അല്ലാതെ ഇപ്പം വെറുതെ ജോലി ചെയ്യാതെ റൂമിൻ്റെ അകത്ത് അടച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. ഇപ്പം യാമിനി തന്നെ ഒരു എക്സാമ്പിൾ പറയാം. യാമിനി എന്താണ്, അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമല്ലേ. അന്നേരം അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് ചെറിയ രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ എലൈൻമെൻറ്റ് മാസ്റ്ററിയിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അന്നേരം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കിലേക്ക് ഈ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളും ഇപ്പം നമ്മൾ സ്റ്റാറ്റസ് ആക്കി വരെ എൻ്റെ വാട്സപ്പിൽ വെച്ചിരുന്നു. ആ രീതിയിൽ വേണം പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പണം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും നൽകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് വരിക. ചിലപ്പോൾ അത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ആകാശത്തിന് മുകളിലെ ശക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് നമ്മളെ മനസ്സിൽ വേണ്ടത്. അതായത് സെർവിങ് മെൻറ്റാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഒരാളെ ഒരു മുന്നിലും ആധിപത്യം സ്ഥാപിക്കാതിരിക്കുക. നമ്മളെ ഈക്വലായിട്ട് കാണുന്ന രീതിയിൽ നമ്മളൊരു സർവീസോ ഒരു പ്രൊഡക്റ്റോ സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് സർവീസ് മൈൻഡ് സെറ്റ് എന്നുള്ളത്. നമ്മളെപ്പോഴും ഒരു സേവന മനോഭാവം, അതായത് അവർ നൽകുന്നതിനേക്കാൾ ഉപരിയായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ ചില ആൾക്കാർ ഒരു 3 വർഷം മുന്നേ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരെന്തെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഫ്രീ ആണെങ്കിൽ അവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ പേഴ്സണലി തന്നെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. അതെന്താണ്, ഞാനിതിനെ ഒരു ബിസിനസ് എന്നുള്ളതിനെക്കാട്ടും ഉപരിയായിട്ട് ഒരു സർവീസ്, അതായത് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാം. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾ ജോലിയോ ബിസിനസ്സോ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ജോലി അത് ജനങ്ങൾക്ക് ഉപകാരമാണ്. കാരണം ജനങ്ങൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. ആ രീതിയിലൊന്ന് ചിന്തിക്കും. ആ രീതിയിലുള്ള ചിന്ത നിങ്ങളിലേക്ക് അബൻഡൻസ് കൊണ്ടുവരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നേരം ആ ഒരു അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ സമർപ്പണമാവും. അതായത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് സമർപ്പണമാവും. അത് നിങ്ങൾ തന്നെ നടത്തുകയും ചെയ്യുക. മറ്റുള്ളവരെ എങ്ങനെ എൻ്റെ ഒരു ലൈഫ് കൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കണക്റ്റഡ് ആകുകയാണ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഈ പ്രകൃതി, ഈ ഇങ്ങനെ മരങ്ങൾ, ഇങ്ങനെ പക്ഷികൾ എല്ലാം കൂടിയിട്ടാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. പലരും ചിന്തിക്കുന്നത് ആകാശത്തിന് മുകളിലെ എന്തോ ശക്തിയാണെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ആ സർവീസ് മൈൻഡ് സെറ്റ്. ഇപ്പം തന്നെ നമ്മളെ ക്ലാസ്സിൽ പ്രമീള മേഡായാലും യാമിനി ആയാലും വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല, ഇവരെ എപ്പോഴും ലൈവിൽ കാണുന്നതാണ്. അന്നേരം അവരെ എന്തുകൊണ്ട് ഞാൻ നോട്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഗ്രോത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അന്നേരം ആ ഒരു ഗ്രോത്തിനെ നമ്മളാ കഴിയുന്ന രീതിയിൽ, ഇപ്പം ഞാൻ തന്നെ യു ക്യാൻ ഇൻസ്പയർ അതേഴ്സ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ സീരീസ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ബിസിനസ് ആവട്ടെ എന്തോ ആവട്ടെ നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലാണുള്ളത്. അതും ഒരു രൂപ പോലും മേടിക്കാതെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ പ്രൊഡക്റ്റുകൾ, നിങ്ങളുടെ സർവീസുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഒരു ലെവലിൽ നമുക്ക് എത്തണമെങ്കിൽ, അതായത് എനിക്ക് വേണമെങ്കിൽ അത് പൈസ മേടിക്കാം, അല്ലെങ്കിൽ എന്തും എനിക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്നത് എന്താണ്, ജനങ്ങളെ ഉയർച്ചയാണ്, അല്ലെങ്കിൽ എന്നെ കഴിയുന്ന രീതിയിലുള്ള ഉയർച്ചയാണ്. നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ അതൊരു അറിവായിരിക്കാം, പണം തന്നെ വേണമെന്നില്ല, നമുക്കുള്ള ഒരു അറിവായിരിക്കാം. അറിവ് നമ്മൾ നൽകുന്നതനുസരിച്ച് അറിവ് നമുക്ക് കൂടി വരുന്നുള്ളതാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലായത്. എനിക്ക് പണ്ടൊന്നും വലിയ അറിവോ കാര്യങ്ങളോ ഇവൻ ഇങ്ങനെ സംസാരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഞാൻ ആൾക്കാരായിട്ട് അതായത്
പല തെറ്റുകളും ചിലപ്പോൾ എൻ്റെ പണ്ടത്തെ വീഡിയോസ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിക്ക്, കൊഞ്ഞ് എല്ലാം തന്നെ എനിക്കുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ മറികടന്നത് എൻ്റെ മനസ്സിലുള്ള, അതായത് മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, എങ്ങനെ സഹായിക്കാം എന്നുള്ള ചിന്തയാണ്. അത് എൻ്റെ ഒരു പ്രൊഫഷനിലേക്ക് എത്തിക്കുകയാണ് എന്നെ ചെയ്തത്. അതായത് എൻ്റെ ഉള്ളിൽ ജനങ്ങളെ സേവിക്കുക, അതായത് എൻ്റെ ലൈഫ് കൊണ്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫിലെങ്കിലും എനിക്ക് മാറ്റം കൊണ്ടുവരാനുള്ള ഉള്ളിലുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു മേഖലയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ എല്ലാം തന്നെ ഇതേ ആറ്റിറ്റ്യൂഡ്, അന്നും ഇന്നും ഒരേ ആറ്റിറ്റ്യൂഡ് തന്നെ ഉണ്ടാകുക. ഞാൻ ഭയങ്കര ഹെവി മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകാറില്ല. ഒരു വ്യക്തിയിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ വ്യക്തിക്ക് എന്ത് ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ചിന്ത. കാരണം എൻ്റെ ഒരു ബേസിക് പ്രൊഫഷൻ, എൻ്റെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ 2-3 കാര്യം ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ബിസിനസ്സും അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സർവീസ് മാത്രമാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ജനങ്ങളിലേക്ക് അതായത് നിങ്ങൾക്ക് വെറുതെ സഹായിക്കുകയല്ല, നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, അതിലൂടെ നിങ്ങൾക്ക് എന്ത് സാധിക്കും എന്നുള്ള ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് അബണ്ടൻസ് കൊണ്ടുവരും. നിങ്ങൾ നൽകുന്നവന് ഇങ്ങനെ ഇരട്ടിയെ തിരികെ ലഭിക്കുന്നതെല്ലാം കേൾക്കാറില്ലേ? നിങ്ങളൊന്നും തന്നെ നൽകുന്നില്ല. അതിൽ ഏറ്റവും നല്ലതാണ് ദാനം എന്ന് പറയുന്നത്. നമ്മൾ ദാനധർമ്മങ്ങൾ ഇപ്പം ബേസിക് ക്ലാസ്സിൽ അടുത്ത കാര്യമാണ് ദാനം നൽകുക എന്നുള്ളത്. ദാനം അർഹതയുടെ കൈകളിലേക്ക് നൽകുന്ന സമയത്ത് മാത്രമേ അതിന് മൂല്യം വരികയുള്ളൂ എന്നുള്ളതാണ്. ഇസ്ലാമിക വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ദാനം നൽകുന്നത്. എൻ്റെ ഒരു അറിവിൽ ഇസ്ലാമിക വിശ്വാസികളെല്ലാം തന്നെ എല്ലാവരും വലിയൊരു ശതമാനം തന്നെ അവർ ഒരു അബണ്ടൻസിലേക്ക് ആണ് അല്ലെങ്കിൽ ഒരു ഭയങ്കര വെൽത്തി ആയിട്ട് മാറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് അവരുടെ ഇങ്ങനെ ബിസിനസ് അല്ലെങ്കിൽ അവർ വലിയൊരു ശതമാനം ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. രണ്ടാമത്താണ് ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മളെ മണി ബ്ലോക്ക് മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ദാനധർമ്മങ്ങൾ എന്താണ്? ഞാൻ കൊല്ലത്തിൽ 4 വട്ടം അനാഥാലയത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുന്നുണ്ട്, കൈകൊണ്ട് ഉണ്ടാക്കി. ഓക്കെ, അതിനെക്കൊണ്ട് എന്തെങ്കിലും ചേഞ്ച് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിന് ശേഷം മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ടോ? ഞായറാഴ്ച കൊണ്ടു കൊടുക്കണം, അടുത്ത ഞായറാഴ്ച കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അനാഥാലയത്തില്. ഞാൻ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നു. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പോകും, കൊണ്ടുകൊടുത്ത് അവരുടെ വീട്ടിലുള്ള ഭക്ഷണം വെച്ച് തരും. പിറന്നാളാണ്. അതായത് ഞാൻ ഇവിടെ ഉള്ള ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ, ഇവിടെ ആശാ നികേതൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഡിസേബിൾ ആയിട്ടുള്ള ഇങ്ങനെ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് ഇതേപോലെ തന്നെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു മാസത്തിൽ ഒരു ദിവസം ഞാൻ ഇതേപോലെ തന്നെ ഡൊണേഷൻ ചെയ്യാറുണ്ട്. നല്ലതാണ്. അങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ദാനം ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഒരു അബണ്ടൻസിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഒരു ലൈഫിനെ കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ പുണ്യം സമ്പാദിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദാനം നൽകാൻ തുടങ്ങിയ ശേഷം എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വരാൻ തുടങ്ങി. എങ്ങനെയാണ്? പുതിയ അവസരങ്ങളും പുതിയ വ്യക്തികളെയും എല്ലാം തന്നെ, അതായത് അവസരങ്ങൾ നമ്മളെ തേടി വരികയാണ്. പണം എങ്ങനെയെങ്കിലും നമ്മളിലേക്ക് വരികയുള്ള സാഹചര്യങ്ങളും എല്ലാം തന്നെ കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് വെറുതെ പറയുന്നില്ല, അത് എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നിരീക്ഷണമാണ്. ചില വിഭാഗങ്ങൾ, അത് മതത്തിൻ്റെ ആകട്ടെ ജാതിയിലാകട്ടെ എന്തോ, ഞാൻ അതിനെ നോക്കും അവരുടെ സക്സസ് എങ്ങനെയാണ്. അതിൻ്റെ ഒരു റീസൺ ഇസ്ലാമിൽ അത്രയും ദാനം, സക്കാത്ത് എന്ന് പറയും. പൈസ ഇല്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും അവർ പൈസ കടം മേടിച്ചിട്ടെങ്കിൽ ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. അതാണ് അവരെ അബണ്ടൻസിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളൊരു റിലീജിയസ് ആയിട്ടുള്ള റിച്വലായിട്ട് കാണാതെ ഇത് നിങ്ങളെ കഴിയുന്ന രീതി, ഇപ്പം 100 രൂപയാണെങ്കിൽ 100 രൂപ മുഴുവൻ നിങ്ങൾ ദാനം കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല, അത് വിഡിത്താണ്. ചില ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ 100 രൂപ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യിലുള്ള പൈസ മുഴുവനും ദാനമായിട്ട് നൽകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പുവർ മണി മാനേജ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു 100 രൂപ ഉണ്ടെങ്കിൽ അതിലൊരു 8 മാക്സിമം ഒരു 8 രൂപ അല്ലെങ്കിൽ 10 രൂപ മാത്രം നിങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളതാണ്. 1000 രൂപയ്ക്ക് 100 രൂപ, അത് നിങ്ങൾക്ക് തോന്നുന്ന, അതായത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു തുക നിങ്ങൾക്ക്, അതായത് ഞാൻ പറഞ്ഞത് വരുന്നത് വെച്ചാൽ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഉള്ള പൈസ മുഴുവൻ ദാനമായിട്ട് അങ്ങ് നൽകും. പിന്നെ അവർ നോക്കുന്നതിന് അടുത്ത ദിവസം ടെൻഷൻ ആയിരിക്കും. പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ടെൻഷൻ വരും.
അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനസ്സിന് ഡിസ്റ്റർബ് ഇല്ലാത്ത തുക മാത്രമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കടമായി നൽകേണ്ടതെന്നുള്ളത്. ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് നമ്മൾ ദാനവും കാര്യങ്ങളും നൽകുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. ആ ചേഞ്ച് ഇപ്പം തന്നെ ഞാൻ പറയാറുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് പൈസ നിങ്ങളിലേക്ക് വീഴുകയല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് പണവുമായിട്ട് ബന്ധപ്പെട്ട അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. എൻ്റെ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുന്നിൽ അവസരങ്ങളാണ്. അത് കോഴ്സസ് ആവട്ടെ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകളാവട്ടെ. ഇപ്പം ക്രിസ്റ്റലിൻ്റെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു വ്യക്തിയിൽ നിന്ന് കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. അന്നേരം നിങ്ങളുടെ മനസ്സ് തുറന്നു വെക്കുക എന്നുള്ളതാണ് അടുത്ത 4ാമത്തെ പോയിന്റ്. പണം നിങ്ങളിലേക്ക് വേണമെങ്കിൽ തുറന്ന മനസ്സ് എപ്പോഴും കാസൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വ്യക്തി ഇന്നതാണ് എന്ന് ചിന്തിക്കാതെ ആ വ്യക്തിയിൽ നിന്ന് എന്ത് പഠിക്കാൻ സാധിക്കും, എനിക്ക് എന്ത് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ വെക്കേണ്ടത്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വീഡിയോസ് എന്താണ്, നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാത്ത വീഡിയോസാണ്. ചില വ്യക്തികൾ പറയാറുണ്ട് ബിഗ് ബോസ് കാണാറുണ്ട്. ബിഗ് ബോസ് അതേപോലുള്ള കുറേ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്കൊരു ഗുണമില്ലാത്ത വീഡിയോസ് കഴിയുന്നതും കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഗുണം, ചിലപ്പോൾ അത് നിങ്ങളുടെ അറിവായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതായിരിക്കാം, അങ്ങനെ എന്തോ ആട്ടെ, നിങ്ങളെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തെയും നെഗറ്റിവിറ്റിയിലേക്ക് വിടാത്ത വീഡിയോസ് കാണുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം പലരും ഇതേപോലെ തന്നെ സീരിയൽസ് കാര്യങ്ങൾ കണ്ടിട്ട് എപ്പോഴും പല പ്രോബ്ലംസും നേരിടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചില കൺസൾട്ടേഷനിൽ ഒരു കൺസൾട്ടേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം, പുള്ളിക്കാരി പറഞ്ഞാണ് എൻ്റെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ചന്ദന മഴയോ ഏതൊരു മഴയുടെ ജീവിതമാണ് എൻ്റെ എന്ന് പറഞ്ഞത്. അന്നേരം ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന്. എന്തോ അമ്മായിയമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ നടിയെ പോലെയാണ് എന്ന് ഏതോ അതിലേതോ ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞു. അതിന് സാറേ എൻ്റെ അമ്മായിയമ്മ, എൻ്റെ ഭർത്താവിന് എനിക്ക് തോന്നുന്നുണ്ട് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അങ്ങനത്തെ രീതിയിൽ. അതായത് അവരെപ്പോഴും രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്താണ് ഇതേപോലുള്ള സീരിയൽസാണ് കാണുന്നത്. അങ്ങനെ സീരിയൽസ് കാണുന്ന സമയത്ത് അവർ അട്രാക്ട് ചെയ്യുന്നത് എന്താണ്, ഇതേപോലുള്ള വ്യക്തികളാണ്. അന്നേരം പുള്ളിക്കാരി എനിക്ക് തീരെ അതായത് അവരൊരു കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് സീരിയലിൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. എനിക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം ഈ കഥ കേട്ടിട്ട് എനിക്കെന്ത് കിട്ടുകയാണ് സീരിയലിലെ. പുള്ളിക്കാരി പറയുകയാണ് സാറേ ഇതെങ്ങനെയാണ് എൻ്റെ ലൈഫ് സംഭവിക്കുന്നതെന്ന്. അതാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യം എന്താണ് എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു പോസിറ്റീവ് വീഡിയോ കാണുന്ന സമയത്ത് അതിൽ സന്തോഷിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു സീരിയൽ കാണാനെങ്കിൽ നിങ്ങൾ കരഞ്ഞു അല്ലേ, എന്തിന് അവന് ഇങ്ങനെ പറ്റി, അവൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റി, ദൈവമേ എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കും. കാരണം ഇമോഷൻസുമായിട്ട് അവിടെ കണക്റ്റ് ആകുകയാണ് ചെയ്യുന്നത്. ആ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഇമോഷൻ ബ്ലോക്ക് വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ഇമോഷൻസിനെ കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെ വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് നൽകുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അറിവ്, സന്തോഷം, എൻ്റർടൈൻമെൻറ്റ്, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതോ ഒരു മനസ്സിന് ആശ്വാസം നൽകുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ മനസ്സിനെയും ശരീരത്തെയും സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് വരും. പോസിറ്റീവ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നല്ല ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പണം എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ്. അതാണ് 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ സീരിയലിനെ എതിർക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹാപ്പിനെസ്, ഇപ്പം ഞാനും സീരിയൽ കാണാറുണ്ട്. അതിൽ മറിമ എന്ന് പറഞ്ഞ ഒരു സീരിയൽ, മറിമ നിങ്ങൾ കാണാറുണ്ടോ? മറിമ അത് സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അതിൽ കാണാറ്. അതായത് ഒരു നമുക്ക് വരുന്ന ഓരോരോ കാര്യങ്ങൾ, സൊസൈറ്റിയിൽ വരുന്ന ഓരോരോ പോയിന്റ്സ് തമാശയായിട്ട് അല്ലെങ്കിൽ ഹാസ്യമായിട്ട് അവർ കാണിക്കും. അതെന്താണ്, നമ്മളെ ഒരു സോഷ്യൽ അവയർനെസ് നമ്മളെ കൂട്ടും. അത് എൻ്റർടൈൻമെൻറ്റുമാണ്, അതോടൊപ്പം തന്നെ ഇൻഫോർമേറ്റീവാണ്. അങ്ങനെയുള്ള സീരിയൽസാണ്. അതായത് നിങ്ങൾക്ക്, ഞാൻ ഒന്നിനെ എതിർക്കുന്നില്ല, ഒരു കാര്യത്തെയും ഞാൻ എതിർക്കാത്ത വ്യക്തിയാണ്. മതത്തെയും എല്ലാത്തിനെയും ഞാൻ എതിർക്കില്ല. ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൽ സീരിയലുകളെ എതിർക്കുകയാണോ അതിനെന്തെന്ന് ചോദിക്കുന്നതല്ല. സീരിയലിൽ നിങ്ങൾക്ക് സന്തോഷവും നിങ്ങൾക്ക് അറിവ് നൽകുന്ന സീരിയൽസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കാണണമെന്നാണ് പറയുക.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അറിവ് കിട്ടും. ആ ഒരു ലെവലിലുള്ള ഇങ്ങനെ വീഡിയോസ് ആവട്ടെ സിനിമകളാവട്ടെ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അന്നേരം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അറിവ്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അറിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് പണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അത്യാവശ്യമാണ്. അറിവെന്ന് പറയുന്നത് നിങ്ങളെ ബിസിനസ്സിനായിട്ട് ബന്ധപ്പെട്ട എത്ര വീഡിയോസ് നിങ്ങൾ കാണുന്നത്. ഇപ്പം ഡ്രസ്സിങ്ങിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ് ചെയ്യുന്നത്, അതിൽ എത്ര വീഡിയോസ് ഇന്ന് കണ്ടു? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, നിങ്ങളെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എത്ര വീഡിയോസ് ഇന്ന് നിങ്ങൾ കണ്ടു? ഒരു വീഡിയോ ആണോ, 2 വീഡിയോ ആണോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര വീഡിയോ നിങ്ങൾ കണ്ടു എന്ന്? നിങ്ങളെ ബിസിനസ് നിങ്ങളെ ജോലിയായിട്ട് റിലേറ്റ് ചെയ്യല്ലേ. 4 വീഡിയോസ് കണ്ടു, പ്രമീള മാഡം 4 വീഡിയോസ് കണ്ടു എന്ന് പറഞ്ഞു. ഓക്കെ, കുറേ കണ്ടു. എത്ര വീഡിയോസ്? നമ്പർ അടിച്ചാൽ മതി. ഞാനൊന്നും കണ്ടില്ല. സത്യസന്ധമായ രീതി പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ നോ എന്ന് പറയാം, ഉണ്ടെങ്കിൽ നമ്പർ പറയാം. എത്ര നമ്പർ വീഡിയോസ് കണ്ടു എന്നുള്ളത്? 3. രണ്ട് കണ്ടില്ല. 1 വീഡിയോ നോ എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം കണ്ടതല്ല, നിങ്ങളെ ബിസിനസ് നിങ്ങളെ ജോലി റിലേറ്റ് ചെയ്യുള്ള വീഡിയോസ് കണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. പലരും നോ എന്നാണ്, ഇതിൽ വലിയൊരു ശതമാനം ആൾക്കാർ നോ എന്നാണ് പറഞ്ഞത്. നമ്മളുടെ അതായത് ഇപ്പം തന്നെ ഞാൻ സൈക്കോളജി വീഡിയോസ്, ഓഡിയോ ബുക്സ് എല്ലാം തന്നെ ഞാൻ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾ ഞാൻ കേൾക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ പണം വരണമെങ്കിൽ നമുക്ക് വേണ്ടത് അറിവാണ്. നിങ്ങൾ ഇന്ന് മുതൽ ഒരു 3 വീഡിയോസ് എല്ലാവരും ഒന്ന് ശ്രമിച്ചോളൂ. ഉഷ ബാലകൃഷ്ണ മേഡോ ഒന്ന് ശ്രമിച്ചോളൂ. അതായത് ഇന്ന് മുതൽ എന്ത് ചെയ്യുക, നിങ്ങളൊരു മിനിമം ഒരു 3 വീഡിയോ നിങ്ങളെ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിവ് കിട്ടും. ഇതെല്ലാം വെറും മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതേപോലെയുള്ള അറിവുകൾ. ഇപ്പം നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എന്താണ് ഈ എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഓരോ ടോപ്പിക്കും ഓരോ ദിവസമുള്ള വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ടോപ്പിക്സും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ പഠിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് സ്ഥിരമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ജസ്റ്റ് നിങ്ങളൊന്നും ചെയ്യേണ്ട, ആ വീഡിയോസ് മാത്രം കാണും. അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യും. കാരണം അതുവരെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ചോദിച്ചോളൂ. ഞാൻ സാറിന്റെ അടുത്ത് ഒരു മേഡത്തിന് നമ്പർ ചോദിച്ചിരുന്നു, ഓർണമെന്റ്സിന്റെ. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മേഡം സെയിൽ നടത്തുന്നുണ്ട്. യാമിനിയുടെ നമ്പറാണ്. ഓക്കെ, യാമിനി ഓർണമെന്റ്സിന്റെ അതിന് തോന്നുന്നുണ്ട് എനിക്ക്. വേറെ ആള് ചെയ്യുന്നുണ്ട് അങ്ങനെ. ഒരു 56 വയസ്സ് അങ്ങനത്തെ ഒരു ചേച്ചിയും കൂടി ഉണ്ട്. ഓക്കെ മനസ്സിലായി. ഷീല. ഓക്കെ, ഞാൻ നമ്പർ ശരി, ആയിക്കോട്ടെ. ഓക്കെ, അന്നേരം നമ്മൾ ഈ വീഡിയോസ് കാണുന്ന സമയത്ത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൈബ്രേഷൻ തലത്തിലേക്ക് എത്തും. ഇപ്പം ഞാൻ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മേഖലയിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ കാണും, മോട്ടിവേഷൻ വീഡിയോസ് കാര്യങ്ങൾ. എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു മോട്ടിവേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ. എന്നാൽ ആ വീഡിയോസ് കാണുന്ന സമയത്ത് അവിചാരിതമായിട്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സീക്രട്ട് എന്ന് പറഞ്ഞ മൂവിയിലേക്ക് ഞാൻ എത്തിയത്. അതാണ് എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വന്നത്. ആ ഒരു ചേഞ്ച് എൻ്റെ ലൈഫിൽ പുതിയ തലത്തിലേക്ക്, അതായത് ഈ മേഖലയിലേക്ക് എന്നെ എത്തിച്ചത് നമ്മളൊരു ക്യൂരിയോസിറ്റിയാണ്. ഏതൊരു കാര്യത്തിനും നമുക്കൊരു ക്യൂരിയോസിറ്റി അത്യാവശ്യമാണ്. അതായത് മറ്റുള്ളവർക്ക് നൽകാത്ത എന്താണ് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുക എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ എപ്പോഴും വെക്കുക. എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നൽകാൻ സാധിക്കണം. അന്നേരം മുതൽ നിങ്ങൾക്ക്
മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം പണത്തിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരെ പോലെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കാൻ പോകില്ല. മറിച്ച് അവനിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്താണ് സ്വയം ചോദിക്കുക. എന്താണ് എന്നെ വ്യത്യസ്തമാക്കുന്നത്? ഞാൻ എലമെൻറ്റ് മാനേജറിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമുണ്ട്. എന്നെ എന്താണ് ഞാൻ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ നിന്ന് എന്താണ് എല്ലാവരും ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എല്ലാവരും ചെയ്യുന്നത് എന്താണ്? യൂട്യൂബ് ചാനൽ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്ങിൽ വെറും ഗ്രാറ്റിറ്റ്യൂഡ്, വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അഫർമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് മിക്കപ്പോഴും ആൾക്കാർ എടുക്കുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ അതേപോലെ തന്നെയുള്ള ടോപ്പിക്സ് മാത്രം എടുക്കുകയാണെങ്കിൽ എന്നെ എന്ത് ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ഡിഫറൻസ് ആണെന്നുള്ളത് ഞാൻ എപ്പോഴും ചോദിക്കും. അതായത് എങ്ങനെ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കാറ്. അത് കാരണം നമ്മളെ റിസൾട്ടും നമ്മളെ ക്ലാസ്സുകളിലെ റിസൾട്ടും കാര്യങ്ങളെല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. മീൻസ് അതുകൊണ്ടാണ് അത്രയും റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നേരം നമ്മൾ പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് എന്നെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്. ചിലപ്പോൾ അത് സ്കില്ലായിരിക്കാം, ചിലപ്പോൾ അത് പ്രൊഡക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ അത് പ്രൊഡക്റ്റിൻ്റെ പാക്കിംഗ് ആയിരിക്കാം, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം, അങ്ങനെ എന്തോ ആവട്ടെ. ആ ലെവലിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് നല്ല കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് വരുന്നതാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത ഒരു ടോപ്പിക്കാണ് ഹൗ ടു ഇംപ്രൂവ് യുവർ ഇൻഡ്യൂഷൻ സ്കിൽ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നലെ എടുത്തത്. അതായത് ശനിയാഴ്ച എടുത്ത ഒരു ഇന്നലെ എലൈൻമെൻറ്റ് മാസ്റ്ററിയുടെ 5ാമത്തെ ബാച്ചിൽ ഹൗ ടു ഇംപ്രൂവ്, അതായത് നമ്മളെ ഇൻഡ്യൂഷൻ സ്കില്ല്. നിങ്ങൾക്ക് ഒരു കാര്യത്തെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്തറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഓരോരോ ടൈപ്പ് പ്രസൻറ്റേഷൻ, ഓരോരോ ടോപ്പിക്കാണ് നമ്മൾ എടുത്തത്. എന്താണ് ഇൻഡ്യൂഷൻ്റെ ഫൗണ്ടേഷൻ എന്താണ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ലെവലിൽ ഞാൻ എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇതേപോലൊരു ടോപ്പിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് നിങ്ങളെ മേഖലയിൽ നിന്നുള്ള ജസ്റ്റ് ചോദിക്കുകയാണ്. പലരും ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും, ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. നിങ്ങളെ മേഖലയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ് നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത്? ഉത്തരവുണ്ടോ നിങ്ങൾക്ക്? എല്ലാവരും ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത്? സാർ സ്കില്ലാണോ ഉദ്ദേശിച്ചത്? സ്കില്ലല്ല, നിങ്ങൾ കൈൻഡ് ഓഫ് സ്കില്ലുമാണത്. എന്താണ് നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത്? അതെ, നിങ്ങൾ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? ചിലപ്പോൾ അത് സ്കില്ലായിരിക്കാം. നമ്മളെ ക്വാളിറ്റി, അത് സാർ പെരുമാറ്റം, അതായത് മറ്റുള്ളവരോടുള്ള പെരുമാറ്റം. മറ്റുള്ളവർ ചെയ്യാത്ത എന്ത് പെരുമാറ്റമാണ് നിങ്ങൾ? നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മൾ പല രീതിയിലും പെരുമാറാം. പലവരും പല രീതിയിലാണ്. ചിലവർ ഇഷ്ടപ്പെടാണ്ട് വേറെ ആൾക്കാരെ എടുക്കുന്നുണ്ട്. എനിക്ക് അവിടെ പോയിട്ട് ഇഷ്ടമായില്ല, ഞാൻ നിങ്ങളുടെ അടുത്താണ്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഉദ്ദേശിക്കുന്നത് പെരുമാറ്റം കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. പക്ഷെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തൊരവസ്ഥയുള്ള പിന്നെ ഈ ലെവലിലേക്ക് എത്തിച്ചത് അത് തന്നെ ഏറ്റവും വലുതാണ്. അപ്പൊ അങ്ങനെയുള്ള ശരി. ഇതേപോലെ നിങ്ങൾക്ക് പറഞ്ഞു കമ്മിറ്റ്മെന്റ് നല്ല ക്വാളിറ്റിയാണ്. അതായത് നമ്മള് പ്രോഫിറ്റ് അല്ല നോക്കുക, കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനാ. അതെ, നല്ല കാര്യം. അതേപോലെയുള്ള അതിന്റെ ക്വാളിറ്റി കഴിയുന്നതും ഈ നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസോ എനിക്ക് ഡെഡിക്കേഷൻ. ഓക്കെ, കമ്പനി ഡെഡിക്കേഷൻ. ഓക്കെ, അതായത് നിങ്ങളിപ്പം നിങ്ങളെ ആറ്റിറ്റ്യൂഡ് അതോടൊപ്പം തന്നെ നിങ്ങളെ കമ്മിറ്റ്മെന്റ് എല്ലാം നല്ലതാണ്. നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസ് കൊടുക്കുന്ന സമയത്ത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു സർവീസ് കൊടുക്കുന്ന അവർക്ക് നൽകാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകാൻ പറ്റാത്ത എന്ത് സർവീസാണ്. ഇപ്പം ക്ലാസ്സുകൾ എന്താണ് ഒരു സർവീസാണ്. മറ്റുള്ളവർക്ക് നൽകാൻ പറ്റാത്ത എന്ത് സർവീസാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഡ്രസ്സ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്, എങ്ങനെയുള്ള, അതായത് ചിലപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡിസൈൻ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കസ്റ്റമൈസ് ആയിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് എനിക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. അന്നേരം എന്താവും, അവിടെ ഒരു ഡിഫറൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഡിഫറൻസ് ആൾക്കാരെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. അതായത് മറ്റുള്ളവരെല്ലാം ചെയ്യുന്ന ഒരേ കാര്യം തന്നെ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആരും തന്നെ തേടി വരില്ല.
ഇപ്പം ഞാൻ തന്നെ കൺസൾട്ടേഷൻ കൊടുക്കുന്ന സമയത്താണ് എന്താണെന്ന് വെച്ചാൽ വെറും കൺസൾട്ടേഷൻ മാത്രമല്ല കൊടുക്കുക, വെറുതെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ചെയ്യുക. കൺസൾട്ടിന് ശേഷം അവരെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് നമ്മളെ ക്ലാസ്സുകളിലെ പെയ്ഡ് ക്ലാസ്സുകളിലെ മെഡിറ്റേഷൻ്റെ ഒരു 4-5 മെഡിറ്റേഷൻസ് അവർക്ക് ഡെയിലി ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. കാരണം ഇപ്പം ഞാൻ തന്നെ കുറേ സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ഞാൻ പേഴ്സണലി എടുത്തിരുന്നു. അതായത് എനിക്ക് ബുദ്ധിമുട്ട് നേരിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ ഒരു 55 മിനിറ്റും അല്ലെങ്കിൽ 50 മിനിറ്റും നമ്മൾ സംസാരിക്കും, അവരൊരു 10 മിനിറ്റാണ് സംസാരിക്കുക. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1 മണിക്കൂറോ 1 മണിക്കൂറുണ്ടെങ്കിൽ ചിലപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറിലെ കൺസൾട്ടേഷൻ പോകും. എനിക്ക് സംസാരിച്ചിട്ട് അവരെ മുഖത്തൊരു ഹാപ്പിനെസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാനത് കൺസൾട്ടേഷൻ നിർത്തുകയുള്ളൂ. ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ആവാം, ചിലപ്പോൾ 2.5-3 മണിക്കൂറിലാവാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ എനിക്ക് കൊടുത്തിട്ട് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഞാൻ പ്രാക്ടീസിൻ്റെ ഡെയിലി ഹാബിറ്റ്സും നമ്മൾ കൊടുക്കാറുണ്ട്. അതെന്തായി ഞാൻ കൊടുക്കുന്ന ഒരു സർവീസ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ കൺസൾട്ടേഷൻ കഴിയുകയാണെങ്കിൽ എല്ലാവരും എന്താണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കും. അതിൽ നിന്ന് തന്നെ വ്യത്യസ്തമാക്കുന്നത് അവരെ പ്രോബ്ലം, ഇപ്പോൾ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, പണം, ജോബ്, അതാണെങ്കിൽ ഞാൻ അതിൻ്റെ മെഡിറ്റേഷൻസ് അയച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഡെയിലി ഇപ്പം ജോമോള് പറഞ്ഞ പോലെ തന്നെ ആ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഞാൻ കുറച്ച് പ്രാക്ടീസസ് ഇന്ന് പ്രാക്ടീസ് ചെയ്യും, ഇന്ന കാര്യങ്ങൾ ഡെയിലി ഒന്ന് ഫോളോ ചെയ്യും, നല്ല മാറ്റം ഉണ്ടാകുമെന്ന് പറയും. അന്നേരം അവരുടെ ലൈഫിൽ മാറ്റം വരും. കാരണം ഡെയിലി ഹാബിറ്റ്സിലൂടെയാണ് നമ്മളിലേക്ക് പണമായാലും എന്തായാലും വരാൻ പോകുന്നത്. ഡെയിലി ഹാബിറ്റ്സ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളവിടെ തകർന്നു പോകും. അതാണ് ഇപ്പം തന്നെ എലൈൻമെൻറ്റ് മാസ്റ്ററി ഞാൻ തുടങ്ങിയ ശേഷം എനിക്ക് നല്ല ഒരു പോസിറ്റീവ് ചേഞ്ച് വന്നു. കാരണം ഡെയിലി ഒരു 3:30-3:45 ഞാൻ എഴുന്നേക്കും, എന്നിട്ട് ഇങ്ങനെ പുസ്തകം വായിക്കും, പിന്നെ പ്രസൻറ്റേഷൻ തയ്യാറാക്കും. 5 to 6 ക്ലാസ് ഉണ്ട്, പിന്നെ ഈവനിങ് 8 to 9 ക്ലാസ് ഉണ്ട്. അതായത് ഞാൻ എപ്പോഴും ലൈവാണ്, എപ്പോഴും ആക്റ്റീവായിട്ട് എനിക്ക് നിലനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഉള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കും അതിൻ്റെ ചേഞ്ച് ഉണ്ട്. ഇപ്പം ഇങ്ങനെ നമ്മൾ നൽകുന്ന എലൈൻമെൻറ്റ് മാസ്റ്ററി നൽകുന്ന ഒരു കാര്യമാണ് ടു ഡു ലിസ്റ്റ്. ഡെയിലി ടു ഡു ലിസ്റ്റ് പോസ്റ്റ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം പണം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തത. അതായത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരേ പ്രൊഡക്റ്റ് തന്നെ ചെയ്യുകയാണെങ്കിൽ മാറില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പാരച്യൂട്ട് വാങ്ങുന്നത്? അത്രയധികം ഇമ്പാക്റ്റ് നിങ്ങളെ മനസ്സിൽ സൃഷ്ടിച്ചതുകൊണ്ടാണ് പാരച്യൂട്ട് വാങ്ങുന്നത്. കാരണം അത്രയധികം പേഴ്സണൽ ബ്രാൻഡിങ് ആണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി ശീലിക്കുക എന്നുള്ള അടുത്ത കാര്യം. പേഴ്സണൽ ബ്രാൻഡിങ്, നിങ്ങളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ആൾക്കാർ മനസ്സിലാക്കണം. എന്നാലാണ് നിങ്ങളെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുകയുള്ളൂ. ഇപ്പോൾ പ്രമീള മാഡം കുറച്ച് ദിവസം മുന്നേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് ഗ്രൂപ്പിലിട്ടു പ്രൊഡക്റ്റിൻ്റെ. നേരെ മറിച്ച് അത് ആ സാരി നിങ്ങൾ ഉടുത്തിട്ടോ അല്ലെങ്കിൽ ഉടുത്തിട്ട് ഇടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ജസ്റ്റ് അത് സൈഡിലേക്ക് വെച്ചിട്ട് ഇടുകയാണെങ്കിൽ ആൾക്കാർ നമ്മളെ നോക്കും, ഓക്കെ ഇന്ന ആളുണ്ട്, ഓക്കെ ഇന്ന ഇതുണ്ട്. അവിടെയാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന കാര്യം വരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരിലേക്കും ശ്രദ്ധിക്കപ്പെടുകയാണ് ചെയ്യുക. ആ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിക്കും. നമ്മളെ എന്താണ് നാളെ പർച്ചേസിന് ഫോൺ ചെയ്തിട്ടിരിക്കുക. അതിന്റെ കൂടെ ഓർണമെന്റ്സ് കൂടിയിട്ട് ഒരു സാരി കൊടുക്കുകയാണെങ്കിൽ അതിന് മാച്ചിനുള്ള ഓർണമെന്റ്സും കൂടി കൊടുക്കാന്നുള്ള ഒരു സജഷൻ. ഓർണമെന്റ്സും കൂടി മാച്ച് ചെയ്ത് ഓക്കെ എന്താ സന്തോഷം. നിങ്ങളെ ആ ഐഡിയ ഞാൻ എലൈൻമെൻറ്റ് മാസ്റ്ററി പങ്കെടുക്കുന്ന സമയത്ത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില ഐഡിയാസ് കൊടുക്കും. അന്നേരം അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് ഓർണമെന്റ്സ്, അതായത് ഒരു സാരി കൊടുക്കാതെ ഓർണമെന്റ്സും കൂടി കൊടുക്കുക എന്നുള്ളത്. അന്നേരം അതെന്തുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഐഡിയയാണ്. നമ്മളെ ഇന്നലെയാണ് മെഞ്ഞാന്നോ ഏതൊരു ദിവസം പറഞ്ഞതല്ലേ? ഞാൻ അതിന് മുന്നേ സാറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്താലോ എന്ന്. എന്താന്ന് വെച്ചാല് അവിടെ നമുക്ക് MRP റേറ്റ് ഇടുന്നത് അത്ര പൈസ ഞാൻ എടുക്കാറില്ല ഡ്രസ്സിന്. അപ്പൊ MRP റേറ്റിനുള്ള ഓർണമെന്റ്സ് കൂടിയിട്ട് അതിൽ വെച്ച് കൊടുക്കുമ്പോ അവർക്കൊരു സന്തോഷമല്ലോ. അതെ. അത് കഴിയുന്നത് ഇപ്പം തന്നെ നമ്മൾ ചക്ര ബ്രേസ്ലെറ്റ് ഞാൻ ഓർഡർ ചെയ്യുന്ന മിക്കപ്പോഴും ഞാനിപ്പോൾ ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് വന്ന ഒരു പ്രൊഡക്റ്റ് ഇതാണ്. ഞാനെപ്പോഴും നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സിൽ അതോടൊപ്പം തന്നെ അത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് അതിൽ സീൽ ഒട്ടിച്ചിട്ടാണ് നമ്മൾ ചക്ര ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നോക്കുന്ന സമയത്ത് തന്നെ അത് അവർക്ക് ഭയങ്കര വാല്യുബിളായി തോന്നണം. അങ്ങനെയാണ് ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അത് സർവീസ് ആവട്ടെ, ആ രീതിയിലാണ് ഞാൻ സർവീസ് കൊടുക്കുന്നത്.
പലരും ഇപ്പം ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ക്ലാസ് പങ്കെടുത്തിട്ടുണ്ടാവും. ക്ലാസ് പങ്കെടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, കുറച്ച് മോട്ടിവേഷനും കുറച്ച് ടെക്നിക്കും കാര്യങ്ങളാണ് പറയാം. ഞാനിപ്പോൾ പ്രസൻറ്റേഷനും അതോടൊപ്പം തന്നെ ബിസിനസ്സും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യും. എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ജീവിതത്തിൻ്റെ ഓൾ റൗണ്ടായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഹെൽത്ത് റിലേറ്റ് ചെയ്യുന്നതാവട്ടെ, റിലേഷൻ റിലേറ്റ് ചെയ്യുന്നതാവട്ടെ, പണവും ജോലിയും റിലേറ്റ് ചെയ്യുന്നതാവട്ടെ, അതിനനുസരിച്ചുള്ള അറിവ്. നമ്മളെ 4 പില്ലേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ജോലി, അല്ലെങ്കിൽ ഇങ്ങനെ വെൽത്ത്. ഈ 4 കാര്യങ്ങളും നമ്മൾ കൃത്യമായ രീതിയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും സക്സസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യമാണ്, വെറും പണം 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 എന്നുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നിന്നു. പണം വന്നു, ബാക്കിയുള്ള 4 പ്രശ്നമായി. ഇപ്പം പിന്നെ റിലേഷൻഷിപ്പ് എല്ലാത്തിനും അതിൻ്റേതായുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയ ശേഷം എൻ്റെ ലൈഫിലൊരു സ്മൂത്തായിട്ട്, ഇപ്പം ഒരു വാഹനത്തിൻ്റെ 4 ടയറുകൾ ഒരുമിച്ച് സഞ്ചരിച്ചാൽ മാത്രമേ ആ വാഹനം നല്ല രീതിയിൽ പോവുകയുള്ളൂ. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിന് ആവശ്യമായുള്ള സമയം റിലേഷൻഷിപ്പിന് നൽകണം. പണം ഉണ്ടാക്കേണ്ട സമയത്ത് പണം ഉണ്ടാക്കണം. അല്ലാതെ മടി പിടിച്ച് വീട്ടിലിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്ക് മാത്രമല്ല, നിങ്ങളൊരു ആക്ഷൻ പ്ലാൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ബേസിക്കലി ഞാൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ അതിനെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യും, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടെക്നിക്ക് എന്ന് വെച്ചാൽ ഹോപ്പ് നോപ്പ് നോ മണി മെഡിറ്റേഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഹോപ്പ് നോപ്പ് നോ ഉപയോഗിച്ചിട്ട് എന്ത് ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത്? എന്ത് മാറ്റം ഉണ്ടായത്? മനസ്സിന് നല്ല ഹാപ്പിനെസ് ആണ്. അതെ, ടെൻഷൻ അങ്ങനെ വരാറില്ല. എന്ത് വന്നാലും ടെൻഷൻ വന്നതിന് പോയി. മറ്റേത് എപ്പോഴും ടെൻഷനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ടെൻഷനൊന്നും ഇതൊന്നും ചിന്തിക്കില്ല. ചിന്തിക്കാനുള്ള പിന്നെ പൈസക്കും വലിയ കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ നല്ല കച്ചവടം നടന്നു, ഇന്ന് നല്ല ബിസിനസ് നടന്ന ദിവസമാണ്. എന്തായാലും അലൈൻമെന്റ് മാസ്റ്ററി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അലൈൻമെന്റ് മാസ്റ്ററി ഇപ്പത്തെ ബാച്ച് ആയിരുന്നു നിങ്ങൾ? രണ്ടാമത്തെ ബാച്ച്. ശരി, താങ്ക് യു സോ മച്ച്. ഇന്ന് അജിഷ ഈ പറഞ്ഞൊരു കാര്യമായിട്ട് മെനി ആർ ടീച്ചിങ് ലോ ഓഫ് അട്രാക്ഷൻ ആസ് എ മാജിക്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് മാജിക് പോലെയാണ് അവതരിപ്പിക്കുന്നത്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് മാജിക് അല്ല, അതൊരു റിയൽ ആണ്. നിങ്ങൾ അവിടെ പ്രവർത്തിക്കാത്തോടത്തോളം കാലം, അതായത് നിങ്ങൾ കൃത്യമായ രീതിയിൽ, ഇപ്പം പ്രമീള മേഡത്തിന് ഒരു ഐഡിയ കൊടുത്തു ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ്, അതായത് അവർ ഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഓർണമെൻറ്റ്സ് അങ്ങനെ നല്ല ഇതേപോലെ തന്നെ ഫാൻസി ഐറ്റംസും കൂടി ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം ഫുഡിൻ്റെ ആവട്ടെ, അത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ, നല്ല പാക്കിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം പറഞ്ഞ സമയത്ത് അദ്ദേഹം അത് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ കസ്റ്റമേഴ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന സമയത്ത് അവർ വീണ്ടും വേറൊരു കസ്റ്റമേഴ്സിലേക്ക് എത്തും. അതാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. അല്ലാതെ കുറച്ച് ടെക്നിക്ക് യൂസ് ചെയ്യുമെന്ന് ഞാൻ പറയാറില്ല. കാരണം ടെക്നിക്സ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയോ ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഒരു കാരണവശാലും പണം മാനിഫെസ്റ്റേഷൻ ചിലപ്പോൾ ഒരു ദിവസം നടക്കും. ഓക്കെ, ഒരു ദിവസം ഇത്ര ലോട്ടറി അടിച്ചു, അതും കൊണ്ട് അങ്ങ് നിൽക്കും, അതുകൊണ്ട് സ്റ്റക്കായി നിൽക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ കിട്ടും, അതാണ് ലോ ഓഫ് അട്രാക്ഷൻ രീതിയിൽ നിൽക്കും. അതല്ല ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ആക്ഷൻ എടുക്കാത്തടത്തോളം കാലം, വീണ്ടും വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, കാരണം മറ്റൊരു ട്രെയിനേഴ്സും ഇത് പറയില്ല. കാരണം എന്താണ്, ഞാൻ തന്നെ പറയാറുണ്ട്, ഒരു ട്രെയിനിങ് എന്ന രീതിയിൽ നിങ്ങൾ എന്നെ കാണുന്ന സമയത്ത് ട്രെയിനിങ് ആണ് എൻ്റെ ഒരു ഏണിങ്സിനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഞാൻ വേറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, വേറെ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് സർവീസാണ്. അതിന് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാനതിന് എഫേർട്ട് ഇടുന്നുണ്ട്. പ്രസൻറ്റേഷൻ ഓരോ ടോപ്പിക്കും ചിലപ്പോൾ അത് ബുക്ക് റെഫർ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ വേറെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യും, അതിലെ പോയിൻറ്റ്സ് നോട്ട് ചെയ്യും. എന്നിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞ കാര്യം, അത് എനിക്ക് തോന്നി ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പവർ നിങ്ങൾ അല്ലെങ്കിൽ അന്ധമായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, എല്ലാവരെയും കണ്ണുകളച്ച് വിശ്വസിക്കും. നിങ്ങളെ ഇൻഡ്യൂഷൻ പവർ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കില്ല.
ആ ഇൻഡ്യൂഷൻ പവറില്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടും. വെറുതെ പറയുന്നതല്ല, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതായത് ഞാൻ എന്ത് ചെയ്തു, ഞാനങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് കുറേ ലക്ഷങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ആ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട സമയത്ത് എൻ്റെ എന്താണ് പ്രോബ്ലം, എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആൾക്കാരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല, എൻ്റെ ഇൻഡ്യൂഷൻ പവർ ഇല്ല, നമുക്ക് പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിയാൻ പറ്റില്ല. അന്നേരം ഞാൻ എന്ത് ചെയ്തു, ഹൗ ടു ഡെവലപ്പ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും പുസ്തകവും എല്ലാം തന്നെ ഞാൻ വായിച്ചു, റെഫർ ചെയ്തു, ഞാൻ മെഡിറ്റേഷൻ ചെയ്തു, ഞാൻ പ്രാക്ടീസ് ചെയ്തു. അത് എൻ്റെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും, ഓക്കെ ഈ വ്യക്തി എനിക്ക് പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും, എനിക്കത് ഫീൽ ചെയ്യും. അത് നമ്മളെ ഇൻഡ്യൂഷൻ പവർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് പ്രാക്ടീസാണ്, നിരന്തരമായിട്ടുള്ള മെഡിറ്റേഷൻ, ചില ടൈപ്പുള്ള മെഡിറ്റേഷൻ ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ അവരെ പോലെയുള്ള ഒരു ട്രെയിനറോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾ ബിസിനസ്സോ എന്തെങ്കിലും ചെയ്തിരിക്കണം. അല്ലാതെ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കലും മാത്രമേ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഹോപ്പ് നോപ്നോ ഉപയോഗിച്ചിട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്താണ് മാറ്റം? ഞാന് സുഖമില്ലാണ്ട് കിടന്നിരുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് സാറിന് ഞാൻ മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, എന്റെ ഡീറ്റെയിൽസ്. കാസർഗോഡ് നിന്ന് വിളിക്കുന്ന ഞാൻ ഷിനി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് സുഖമില്ല, ഞാൻ കിടപ്പിലായി പോയായിരുന്നു അന്ന്. അപ്പോ ആ സമയത്ത് എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ബിസിനസ് ചെയ്യുന്ന അക്ഷയ നടത്തുന്ന CSC സെന്റർ. അപ്പോ ആ സമയത്ത് ആ കിടപ്പിലായി പോയായിരുന്നു. എഴുന്നേൽപ്പിക്കണം, എഴുന്നേക്കാൻ പറ്റില്ല, ഒന്ന് നിരങ്ങിപ്പോലും മാറാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടായിരുന്നു ഞാൻ. ആ സമയത്ത് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടു. ആ സമയത്ത് ഇങ്ങനെ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ നിരങ്ങിപ്പോയിട്ട്, വേണ്ടാത്ത ചിന്തിച്ചായിരുന്നു. നിരങ്ങിപ്പോയിട്ടാണേലും പോയിട്ട് ജീവൻ കളഞ്ഞാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എണീറ്റ് വന്ന ഞാൻ ഈ ഓപ്പനം ഇത് തന്നെ ഞാൻ എണീറ്റ് നടന്നു. ഞാൻ ശരിക്കും ഇപ്പൊ എണീറ്റ് നടക്കുന്ന പറഞ്ഞ എണീറ്റ് നടന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് 2 വീലർ ഓടിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആർക്കും വിശ്വസിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നെ കൊണ്ടുപോയിട്ട് വിട്ടോണ്ടിരുന്നായിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് തന്നെ മനസ്സിലുണ്ടായിരുന്നു, പോകും എങ്ങനെയാ, കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മുന്നോട്ട് പോകും എന്നുള്ള ആ ഒരു ചിന്തയിൽ. പിന്നെ ആദ്യം കയറി ഇരിക്കുമ്പോ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ശരി, എന്റെ ആ ഒരു മനസ്സിന്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അതുകൂടാണ്ട് ഇപ്പൊ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. എന്നെ ഇത്രയും വരെ എത്തിച്ചത് ഈ ഒരു ഹോപ്പോനോപ്പോനോ തന്നെ. എനിക്കത് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. സന്തോഷം കേട്ടോ, നല്ലൊരു സ്റ്റോറിയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശരി, എന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കും. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ജസ്റ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാലോ. 772 ലാസ്റ്റ് 772 എന്ന് പറഞ്ഞ നമ്പറിൽ. ആയിക്കോട്ടെ സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡെയിലി ചെല്ലുമായിരുന്നോ? അതാണോ അവര് ചെയ്തായിരുന്നത്? ഡെയിലി 2 നേരം? അത് ശരിക്കും സുഖമില്ലാതിരിക്കണവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതല്ലേ ശരിക്കും? അല്ല, സുഖമില്ലാത്തവർക്ക് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണേ. ഇപ്പൊ നിങ്ങളൊരു മെഡിസിൻ കഴിക്കണം, ട്രീറ്റ്മെന്റ് ഉണ്ട്. അതേപോലെ അതിന്റെ ഒപ്പം ഇതും കൂടെ ചെയ്താൽ ഇപ്പൊ ഒരു ഭാഗം തളർന്നിരിക്കുന്ന ആള് നല്ല ഉഷാറായിട്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അവർക്ക് ഇതും കൂടെ പറഞ്ഞു കൊടുത്താൽ കുറച്ചും കൂടെ പിക്കപ്പ് ആവാൻ നല്ലതല്ലേ? അതെ അതെ, തീർച്ചയായും നല്ലതാണ്. നിങ്ങളത് ചെയ്യണം. അതെന്താന്ന് വെച്ചാൽ നമ്മള് പക്ഷെ സാർ ഞാൻ എന്റെ മരുന്നും എല്ലാം ഉപേക്ഷിച്ചു. ഇപ്പൊ എനിക്കിപ്പോ മരുന്നൊന്നുമില്ല. ഞാൻ ജിമ്മിലും പോകുന്നുണ്ട്. അല്ല, നല്ല കാര്യമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞെന്താണെന്ന് അറിയാം, ചില ട്രെയിനേഴ്സ് പറയും മരുന്നൊന്നും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യൂ. ഞാൻ അങ്ങനെയല്ല പറയുക. ഒരു പ്ലസീബോ എഫക്റ്റ് ആണ്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരുന്ന കാര്യമാണ് ഈ ടെക്നിക്ക്, വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് എടുക്കണം. അത് എന്താണ് ട്രീറ്റ്മെന്റ് ഉള്ളത് അത് കൃത്യമായിട്ട് എടുക്കണം. അതിനൊരു ചേഞ്ച്, ഒരു സപ്പോർട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ, രോഗം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മരുന്നെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ചില ആൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഹൈലി പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവ് എനർജിയുടെ നിങ്ങൾക്ക് മെഡിസിൻസ് പോലും എടുക്കണ്ട. കാരണം മനസ്സ് ശരീരത്തിൽ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. പോസിറ്റീവ് മൈൻഡ് സെറ്റും അതോടൊപ്പം തന്നെ മനസ്സിന് വിൽ പവർ ഉണ്ടെങ്കിൽ, എൻ്റെ അച്ഛൻ്റെ അമ്മയുണ്ട്, പുള്ളിക്കാരി ഭയങ്കര വിൽ പവറാണ്. എന്ത് വന്നു ഞാൻ നേടുന്നതാണ്. ഇങ്ങനെ വയസ്സായ കാര്യങ്ങളെ എന്നാലും അവർക്ക് സ്വയം എഴുന്നേറ്റിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. അവരെ കാര്യങ്ങൾ ഒരാളെ സപ്പോർട്ട് എനിക്ക് വേണ്ടെന്ന് പറയും. ഒരാളെ എന്നെ നോക്കണ്ട, ഞാൻ നിൽക്കും, എനിക്കൊന്നും അറിയാം എന്നെ നോക്കുക. അത് അവരെത്രയും അവർ ചെറുപ്പത്തിലെ ഈ ഇങ്ങനെ കൃഷി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഭയങ്കര പവറുണ്ട്, നല്ല പ്രായമുണ്ട്. എന്നാലും ഇപ്പോഴും നടക്കും കാര്യങ്ങളും ചെയ്യും. ഇപ്പോഴും എല്ലാ ബാത്റൂമിൽ പോകുന്നത് എല്ലാം പുള്ളിക്കാരിയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിന് ചെറിയ കാഴ്ചക്കുറവുണ്ട്, കണ്ണിടുന്നുണ്ട്, പിന്നെ കാലിന് ചെറിയ നീരുമുണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്കാരിക്ക് കോൺഫിഡൻസിന് യാതൊരു കുറവില്ല. ഹെൽത്ത് ഓക്കെയാണ്. ഹെൽത്ത് മിക്കപ്പോഴും ആ ശരീരത്തിന് പ്രായതുകൊണ്ട് ഇടയ്ക്ക് ക്ഷീണം വരാറുണ്ട്. എന്നാലും ബാക്കി ഓവറോ പുള്ളിക്കാരി സൂപ്പറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റാണ്, എൻ്റെ അച്ഛമ്മയുടെ മൈൻഡ് സെറ്റാണ്. ഭയങ്കര സ്ട്രോങ് ആണ് പുള്ളിക്കാരിക്ക് രോഗം അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ ഫുൾ ഹെൽത്തിയാന്ന് പറയും, എനിക്ക് ഫുൾ ഹെൽത്തിയാണ്. പുള്ളിക്കാരി നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് കഴിക്കുക. അതെല്ലാം അവരെ മൈൻഡ് സെറ്റാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ഹോപ്പിനെ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? സാറേ, ഒപ്പനപ്പോ ചെല്ലുമ്പോ അത് റെക്കോർഡ് വെച്ചിട്ട് കേൾക്കുകയാണോ, നമ്മൾ ചെല്ലുന്ന വേണോ? ഓക്കെ, നല്ല ചോദ്യം. ഒന്ന്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്വയം ചൊല്ലുന്നത് നല്ലതാണ്. നമ്മളെ വാക്കുകൾ കൊണ്ട് പറയുന്നതാണല്ലോ നല്ലത്. അത് എത്ര വട്ടം ചൊല്ലണം? 21 ടൈംസ് നിങ്ങൾക്ക് ചൊല്ലാം. ഇപ്പൊ 108 തവണ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സ് 108 ഒരു 50 കഴിയാൻ തന്നെ ശരീരത്തിൽ ക്ഷീണം വരും. ഇത്രയും ചൊല്ലണം. ഒരു 21 തവണ അത് ചൊല്ലുന്ന സമയം സ്നേഹത്തോടെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഭാവത്തോടെ സ്നേഹത്തോടെ ചൊല്ലാം. എന്നാലാണ് റിസൾട്ട് വരിക. 2 നേരം ചൊല്ലുക അല്ലേ, കിടക്കുമ്പോഴും എണീറ്റ ഉടനെ? അതെ, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ സാറിനായിട്ടൊന്ന് സംസാരിക്കാൻ ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്? അത് 772 എന്ന് പറഞ്ഞ നമ്പറിൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയക്കുക വേണ്ടത് അല്ലേ? കൺസൾട്ടേഷൻ ആണ് വേണ്ടെങ്കിൽ കൺസൾട്ടേഷൻ പറഞ്ഞാൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ആക്കാനാണ്. 3-4 ദിവസം കൺസൾട്ടേഷൻ ബുക്ക്ഡ് ആണ്. നോക്കാം. ഞാൻ സ്ലോട്ട് സ്റ്റാഫിന് ചോദിക്കട്ടെ, സ്ലോട്ട് അവൈലബിൾ ആണോ? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മെഡിറ്റേഷൻ ആണ് മണി ഹോപ്നോപ്നോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മണി ഹോപ്നോപ്നോ മെഡിറ്റേഷൻ. എല്ലാവരും എന്ത് ചെയ്യുക, കുബേരമുദ്ര പിടിക്കുക. കുബേരമുദ്ര, ഇതാണ് കുബേരമുദ്ര. ഇതൊന്ന് പിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തൊടയുടെ മുകൾ ഭാഗത്തേക്ക് കൈകൾ വെക്കുക. ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കണ്ണ് അടക്കുക, നട്ടിൽ നിവർത്തി ഇരിക്കുക. അതോടൊപ്പം തന്നെ ബ്രീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിലൂടെ നിശ്വാസങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവരും കണ്ണുകൾ അടച്ചോളൂ. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും കാണാൻ ശ്രമിക്കുക. തലമുടി, കണ്ണുകൾ, കവിളുകൾ, മുഖം മുഴുവനായും
കാണുക. കഴുത്ത്, ഹൃദയഭാഗം, വയർ, കൈകൾ, ലൈംഗിക അവയവങ്ങൾ, പുറം കാണാൻ ശ്രമിക്കുക. എൻ്റെ ശരീരത്തിലുള്ള എല്ലാ നാഡികളും എല്ലാ മസിലുകളും ശാന്തമാണ്. വീണ്ടും ശ്വാസമുള്ളിലേക്ക് എടുക്കുക. നിങ്ങളുടെ കൈകളിലേക്ക് വന്ന പണത്തിന് നന്ദി പറയുക. ആ പണത്തിൻ്റെ ആ ഒരു ഊർജത്തെ സ്നേഹിക്കുക. മനസ്സിൽ പറയുക, പണം എൻ്റെ സുഹൃത്താണ്. ഞാൻ ഇന്ന് മുതൽ പണത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. പണം നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോഴുള്ള സന്തോഷം ഈ നിമിഷം അനുഭവിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് വരികയാണ്. ശക്തമായ ഹോപ്നോപ്നോ ടെക്നിക്ക് മനസ്സിൽ പറയുക. എല്ലാവരും മനസ്സിൽ ഈ വാക്കുകൾ പറയുക. ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഡിയർ മണി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. Dear money, please forgive me. Thank you. I love you. Dear money, please forgive me. Thank you. I love you. Dear money, I am sorry. Please forgive me. Thank you. I love you. പണം നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകി വരികയാണ്. ആ പണത്തെ നോക്കി പറയുക, ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. നിങ്ങൾ നിങ്ങളുടെ പണം ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വീടാണോ, കാറാണോ, എന്തുമാവട്ടെ, അതിനെ കാണുക, അതിനെ അനുഭവിക്കുക. ആ മനോഹരമായ വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്. നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മനോഹരമായ വീടിനെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണം ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെയുള്ള വസ്ത്രമാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്? അതിനെ കാണുക, അതിനെ അനുഭവിക്കുക. ശരീരം മുഴുവനും ആ ഒരു സന്തോഷത്തിലാണ് ഉള്ളത്. പണം ഉപയോഗിച്ച് നിങ്ങൾ കാറുകൾ വാങ്ങുന്നു, പുതിയ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നു. എല്ലാം തന്നെ നിങ്ങൾ നേടുകയാണ്. ആ ഒരു പണത്തിന് നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. ഇന്നു മുതൽ ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണം എൻ്റെ സുഹൃത്താണ്. പണത്തെ ഞാൻ ആസ്വദിക്കുന്നു.
നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇന്ന് ലക്ഷ്യങ്ങളുണ്ട്. അത് കോടികളായി മാറുന്നു. പണത്തെ നിങ്ങൾ ആസ്വദിക്കുകയാണ്. പണം നിങ്ങളുടെ സുഹൃത്താണ്. നന്ദി, നന്ദി, നന്ദി. പണത്തോട് വീണ്ടും നന്ദി പറയുക. ഡിയർ മണി, ഐ ആം സോറി. പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഡിയർ മണി, പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഡിയർ മണി, ഐ ആം സോറി. പ്ലീസ് ഫോർഗിവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഇന്ന് മനസ്സിൽ പറയുക. സ്നേഹത്തോടെ, നന്ദിയോടെ, ആസ്വദിച്ചുകൊണ്ട് പറയുക. പണം ഒരു മഴയായി നിങ്ങളുടെ ശരീരത്തിലേക്ക് വീഴുകയാണ്. പണത്തെ നിങ്ങൾ ആസ്വദിക്കുന്നു. വീണ്ടും ശ്വാസമുള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. കൈകൾ പരസ്പരം ഉരസുക. കണ്ണുകളിലേക്ക് ഊർജം പകരുക. സാവധാനം കണ്ണുകൾ തുറക്കുക. എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ. നമ്മൾ അലൈൻമെന്റ് മാസ്റ്ററി കൊടുക്കുന്ന ഒരു മെഡിറ്റേഷൻ ആണിത്. നമ്മൾ അലൈൻമെന്റ് മാസ്റ്ററി കൊടുക്കുന്നത്. ഓക്കെ, നല്ല ഫീലിംഗ് വന്നു അല്ലേ? ഓക്കെ. അപ്പം ഇങ്ങനെ കുറേ പേര് മെസ്സേജ് അയച്ചു അലൈൻമെന്റ് മാസ്റ്ററി എപ്പോഴാണ് തുടങ്ങുക. നമ്മൾ എല്ലാ മാസവും 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഇതേപോലെയുള്ള ടോപ്പിക്സ് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഇപ്പം യാമിനി, പ്രമീള മാഡം, LC, അങ്ങനെ കുറേ പേര് നമ്മളെ അലൈൻമെന്റ് മാസ്റ്ററിയുടെ അംഗമാണ്. അന്നേരം ബേസിക്കലി ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു ബ്ലോക്ക്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്ന കാര്യമാണ്. ഈ ഒരു മെഡിറ്റേഷൻസ് കാര്യങ്ങൾ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ അലൈൻമെന്റ് മാസ്റ്ററിയിൽ ഒരു 15 മിനിറ്റ് നമ്മൾ മെഡിറ്റേഷന് വേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ ടോപ്പിക്സ് ഉണ്ടാവും. അന്നേരം അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. കുറേ പ്രശ്നങ്ങളുണ്ട്, നല്ലൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്, ജീവിതത്തിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ് അലൈൻമെന്റ് മാസ്റ്ററി. എല്ലാ മാസവും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം 5ാമത്തെ ബാച്ചാണ് നടക്കുന്നത്. കുറേ പേരുടെ ലൈഫിൽ ഇപ്പം തന്നെ നമ്മൾ കുറച്ച് സക്സസ് സ്റ്റോറീസ് കിട്ടിയിട്ടുണ്ട്. പല ലൈഫിലും നല്ല നല്ല മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അലൈൻമെന്റ് മാസ്റ്ററിയുടെ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്മളെ ഗ്രൂപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. മെയിനായിട്ട് അത് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. ഒന്നാമത്തെ ഇന്നർ ചൈൽഡ് ഒരു 3-4 ദിവസം ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ക്ലാസ്സാണ് ഉണ്ടാകുക. നിങ്ങളെ കുട്ടിക്കാലത്ത് കുറേ ട്രോമാസ്, കുറേ സങ്കടങ്ങൾ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കുറേ വേദനകളും കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പ്രോബ്ലം ഉണ്ടാവുക. അതിനെ ഹീൽ ചെയ്യുക. പിന്നെ പണത്തെ അട്രാക്ട് ചെയ്യേണ്ട ടൂൾസ്, എങ്ങനെ ബിസിനസ് ചെയ്യാം, എങ്ങനെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം, എങ്ങനെ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യുക എന്നുള്ള പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾസ് ഇതിൻ്റെ പ്രാക്ടീസ് ക്ലാസ് തരുമോ? അതെ, അതിൻ്റെ പ്രാക്ടീസ് ക്ലാസ് തരുന്നതാണ്. അതൊരു പുസ്തകമാണ്, അത് ഉണ്ടാവും. നമ്മൾ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്ക് നാളെ എടുക്കുന്നുണ്ട്. അലൈൻമെന്റ് മാസ്റ്ററിയിൽ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ് നാളെ എടുക്കാൻ പോകുന്നത്. ഓക്കെ. LC അല്ലേ ചോദിച്ചത്? LC മേലല്ലേ ചോദിച്ചത്? ഓക്കെ. LC ഇപ്പോൾ നാളെ എടുക്കുന്നതാണ് കേട്ടോ. നാളെയുള്ള ടോപ്പിക്കാണത്, ഹൗ ടു ഇങ്ങനെ സെൽ എ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഓക്കെ. എന്തായാലും സന്തോഷം. ഓക്കെ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഏകദേശം എല്ലാവരും കുറേ പേര് 100 പേരാണ് നമ്മൾ ചാൻസ് കൊടുത്തത്. 100 പേര് തന്നെ 1 മണിക്കൂർ വരെ ഞാനൊരു സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും സൗജന്യ ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഞായറാഴ്ചകളും സൗജന്യ ക്ലാസ് ഉണ്ട്. പിന്നെ ആ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഗ്രൂപ്പിൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ആഗ്രഹിക്കുകയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മുടെ സൗജന്യ ക്ലാസ് ചിലർക്ക് ചോദിച്ചിട്ടുണ്ട്. സൗജന്യ ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പം നമ്മൾ നൽകുന്നത് ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻ ആണ്. ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് രാവിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം 3 തവണ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് 6 തവണ, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് 9 തവണയാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അത് എഴുതി വെക്കുന്ന സമയത്ത് നമ്മൾ നൽകുന്ന
ആ ഒരു മെഡിറ്റേഷൻ കേട്ടുകൊണ്ട് എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു ബൂസ്റ്റിംഗ് മെഡിറ്റേഷനാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. അത് ഒന്ന് ഡെയിലി ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതിലെ 3 മെഡിറ്റേഷൻസ്, അതേപോലെ തന്നെ വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ നമ്മൾ നൽകുന്നുണ്ട്. അത് 3 ഇപ്പം ക്ലാസ് ഷെയർ ചെയ്യാൻ വൈകിക്കഴിഞ്ഞാലും ആ 3 മെഡിറ്റേഷൻ നിർബന്ധമായിട്ടും 2 നേരം ചെയ്യുന്നത് നല്ലതാണ്. അത് ബൈനറി മ്യൂസിക് സപ്ലിമെൻ്റിൽ ആഡ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ നൽകിയിരിക്കുന്നത്. പിന്നുള്ളത് ബൈനറി മ്യൂസിക് മാത്രമേ നമ്മൾ നൽകിയിട്ടുണ്ട്. അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിറ്റേഷനാണ് നൽകിയത് കേട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. താങ്ക് യു.